ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്കിവിടെ ചെറുതായിട്ടൊരു ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇവിടെ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ 2-ാം തീയതിയാണ്. അതായത് ഇവിടെ നാഷണൽ ഡേയുടെ ഹോളിഡേ ഉണ്ടല്ലോ, അപ്പോൾ അന്നായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് 4 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ നാഷണൽ ഡേയുടെ ഹോളിഡേ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ഇട്ട് ഇരിക്കുകയായിരുന്നു. 4 ദിവസം ഉണ്ട്, അടിച്ച് പൊളിക്കണം, കുറേ സ്ഥലങ്ങളിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ കൃത്യമായിട്ട് ആ ഒരു സമയമായപ്പോൾ അഫിക്ക് വയ്യാണ്ടായി. അഫിക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ തന്നെ പോയി ഫുഡ് കഴിക്കാൻ പോയി. അൽ-യമൻ മന്തിയിലാട്ടോ പോയത്. അപ്പോൾ ഫുഡ് കഴിച്ചു. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, കാരണം എപ്പോഴും ഫുഡ് കഴിക്കണമൊക്കെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ദുബായിൽ ചൈന മാളിലാണ്. അപ്പോൾ എനിക്കൊരു റിംഗ് ലൈറ്റ് വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അതിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് ചൈന മാളിലാണ് കേട്ടോ. നമ്മൾ ദുബായിലെ ചൈന മാളിലാണുള്ളത്. ഞാൻ ഇതിനു മുന്നേ ഷാർജയിലുള്ള ചൈന മാളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഡ്രാഗൺ മാളിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അഫിക്കാണെങ്കിൽ വയ്യ കേട്ടോ. അഫി കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക വീക്കെൻഡ് ഈ ഒരു നാഷണൽ ഡേയുടെ ഹോളിഡേ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അഫിക്ക് വയ്യാണ്ടാവാനായിട്ട്. ദൈവക്കുട്ടിയെ കാണിച്ചു തരാവേ. നോക്കിയവ ഇവ ഭയങ്കര രാജ്യസ്നേഹിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഫ്ലാഗിൻ്റെ. ഇവിടെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ടെറസിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണേ. ഇതാ നോക്കിയേ, ഇവ ഈ ഡ്രസ്സ് ഇട്ടോണ്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് അഫി ആകെ പ്രശ്നം കേട്ടോ. ഇതൊന്നും ഇട്ടോണ്ട് കൊണ്ടുവരണ്ട, അതിന് വേറെ വല്ലതും ഇടിയിക്കുന്ന വേണ്ടി ഞാൻ എൻ്റെ ഒറ്റ വാശിക്ക് ഇട്ടോണ്ട് വന്നതാണ്. നല്ല ഭംഗിയില്ലേ? എന്താ അഫി പ്രശ്നം ആ ഡ്രസ്സ് ഇട്ടാല്? എന്റെ ഡ്രസ്സ് കാണിച്ചു പാടത്ത് വെച്ചേക്കണ സാധനമൊന്നും അല്ല, ഞാൻ തന്നെയാണ്. സ്റ്റൈലിഷായി വേറെ ലെവല്. ഞാൻ ഇതൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയ ഡ്രസ്സാട്ടോ. ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ പിന്നെ വരുന്നുണ്ട്. സിഡർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോൾ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഇല്ല, വരും. ഞാൻ മോളെ ഡ്രസ്സ് മാറിയിട്ട് പോവാമെന്നാ. അങ്ങനെ ഇവ അതാ നല്ല ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞിട്ട് ഒരു ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ട് വരുന്നുണ്ട്. അഫി ഒരാളാട്ടാ. അഫിക്ക് അതിട്ടുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റൂല അഫിക്ക്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാം ചെറിയ ചെറിയ വിലയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇത് വന്നിട്ടില്ല, ഞാൻ വന്നിട്ടില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് കുറേ. ഈ ഒരു ഡ്രാഗൺ മാർട്ട് എന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കര വലുതാണ് കേട്ടോ. 2-3 ബിൽഡിങ്സ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതാ ഇവിടെ നോക്കി ഇങ്ങനെ കുറേ സൈക്കിളും കാറും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവാക്കാണെങ്കിൽ അത് വേണം എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ കൊണ്ടിടാനായിട്ടുള്ള സ്ഥലമൊന്നും ഇല്ലാട്ടോ. ഇപ്പോൾ ഉള്ള സാധനങ്ങൾ തന്നെ എവിടെ ഇടണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 1 BHK ഒക്കെ വാങ്ങിയിട്ട് ഇൻഷാല്ലാ അവൾക്ക് തന്നെ വാങ്ങിക്കൊടുക്കണം എന്നുണ്ട്. അതിന് ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള A to Z സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടുമേ. ഡ്രസ്സുകളാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള ഡ്രസ്സുകളാട്ടോ. അതായത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയാൽ കാണാത്ത ടൈപ്പിലുള്ള ഭയങ്കര മോഡൽ ഡ്രസ്സുകളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. കുട്ടികൾക്കുള്ളതാണെങ്കിലും നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ഡ്രസ്സുകളാണെങ്കിലും അടിപൊളിയാട്ടോ. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കിട്ടാറുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ അധികം ഡ്രസ്സുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് അഹങ്കാരമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഡ്രസ്സിൻ്റെ ഏരിയയിലോട്ടൊന്നും കാര്യമായിട്ട് നോക്കിയില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ റേറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇവരങ്ങനെ ഭയങ്കര ലോ റേറ്റൊന്നും അല്ല. ചോദിക്കുമ്പോൾ ഒരു 120, 150 എന്നൊക്കെ ആട്ടോ അവർ പറയണത്. പിന്നെ നമ്മൾ ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊക്കെ തരായിരിക്കും. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അധികം ചോദിക്കാനൊന്നും നിന്നിട്ടില്ലായേ. ഫേർണിച്ചേഴ്സിൻ്റെ ഒക്കെ ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ ഫേർണിച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. എന്തത്?
ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ പെറ്റ്സിൻ്റെ കേജസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വലുതും അതുപോലെ തന്നെ ചെറുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഫിക്കാണെങ്കിൽ ഇങ്ങനെ കിളിയെ വളർത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സമ്മതിക്കാണ്ട് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ 20 dirhamsൻ്റെ ഫുഡ് വെയർസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെയാണ്. കുട്ടികളുടെ ആണെങ്കിൽ 10 dirhams എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്താ 2 എണ്ണമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ചുകൂടി വിലയൊക്കെ കുറച്ച് തരും കേട്ടോ. അപ്പോൾ 2 എണ്ണം 30 dirhamsനൊക്കെ തരും കേട്ടോ. അതുപോലെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ അജ്മാനിലുള്ള ചൈന മാളിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ. അപ്പം അതൊന്നും അങ്ങനെ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 15 dirhamsനെങ്ങാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ആട്ടോ. ഇപ്പോഴും അത് കുറേ വാഷ് ചെയ്തിട്ടും ഒന്നും പറ്റിയിട്ടില്ല, കളറൊന്നും ഫെയ്ഡായിട്ടില്ലാത്ത നല്ല ഡ്രസ്സുകളൊക്കെ ആട്ടോ. ഇവ പിന്നെ പതിവ് പോലെ തന്നെ ടോയ്സ് ഒക്കെ കണ്ടപ്പം ഓടിപ്പോയിട്ടുണ്ട്. ഇവക്ക് എവിടെ പോയാലും എന്തെങ്കിലും വാങ്ങാണ്ട് അവൾ വരില്ല കേട്ടോ. അവൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ വേണം എന്നും പറഞ്ഞ് എപ്പോഴും വാശിയാണ്. ചില സമയത്തൊന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കൂല കേട്ടോ. ചിലപ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കും, പക്ഷേ മിക്കപ്പോഴും അങ്ങനെ എന്താ പറയുക വാശി പിടിച്ചൊന്നും വെച്ച് വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല കേട്ടോ. കാരണം അവൾ അതങ്ങനെ ഒരു ശീലമാക്കി എടുത്തേക്കാട്ടോ. പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ടോയ്സ് കണ്ടാൽ അപ്പോൾ വേണം എന്നും പറഞ്ഞ് അങ്ങനെ വാശി പിടിക്കും. അതുകൊണ്ട് ഇപ്പം മിക്കപ്പോഴും അങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ കണ്ടു നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു അബായാസൊക്കെ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങനെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വാങ്ങാനായിട്ട് നിർബന്ധിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയി എന്നല്ലാണ്ട് ഒന്നിൻ്റെയും ഒരുപാട് അടുത്തോട്ട് പോയിട്ടുണ്ടായില്ല. ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങിയോണ്ട് തന്നെ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോപ്സിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഓരോരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കതൊക്കെ വേണം തോന്നാതെ. പിന്നെ ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റൂമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയാണ്. ഇവിടെ വന്നാൽ മതി കേട്ടോ, എല്ലാം ഉണ്ട്. ഇപ്പോഴുള്ള റൂമിൽ ഞാൻ മാക്സിമം സാധനങ്ങൾ നിറച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി അവിടെ കൂടുതൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും റൂമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അടിപൊളിയാക്കണം കേട്ടോ. അങ്ങനെ കുറേ നേരം കറങ്ങി നടന്നിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ റിംഗ് ലൈറ്റ് നോക്കിയിട്ടാട്ടോ ഇവിടെ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതിന് മുന്നേ മദീന മാളിൽ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ അവർ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലും കുറച്ചുകൂടി കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് നോക്കിയതായിരുന്നേ. പക്ഷേ ഇവിടെ വന്നപ്പോഴും ഇവരും ആ ഒരു റേറ്റൊക്കെ തന്നെ ആട്ടോ പറയുന്നത്. അങ്ങനെ ഭയങ്കര ലാഭത്തിനൊന്നും ഇവിടെ കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പം നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്യാനും അങ്ങനെയൊന്നും ഇന്നുമില്ല. അപ്പോൾ അഫി പറഞ്ഞാൽ എന്തായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാം, മദീന മാളിൽ നിന്ന് തന്നെ വാങ്ങാം. അവിടെ അറിയുന്ന ഒരു ഷോപ്പാട്ടോ. അപ്പോൾ എന്തായാലും അതല്ലേ കുറച്ചുകൂടി സേഫ് എന്ന് വിചാരിച്ച് ഞങ്ങൾ മദീന മാളിലോട്ട് തന്നെ പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ മദീന മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം എപ്പോഴും എനിക്കിങ്ങനെ റിഫ ഓർമ്മ വരും കേട്ടോ. കാരണം റിഫ വർക്ക് ചെയ്തത് ഇവിടെയാണ്, ഇതിൻ്റെ മേലെ കേട്ടോ മുഹബത്തുള്ളത്. അപ്പോൾ എപ്പോഴും എനിക്കറിയില്ല എന്താണെന്നറിയില്ല, മുഹബത്ത് കാണുമ്പം ഞാൻ എന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കും കേട്ടോ. റിഫ അതിൻ്റെ ഉള്ളിൽ ഇല്ലയെന്നറിയാം, എന്നാലും ഇങ്ങനെ ഉള്ളിലൊരു എന്തോ ഒരു വേദന തോന്നും കേട്ടോ കാണുമ്പം തന്നെ. ഞങ്ങളത് അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ ക്രിസ്പി ക്രീമിൻ്റെ ആ ഒരു ഔട്ട്ലെറ്റിലോട്ടോ വന്നത്. അപ്പോൾ ഇവാൾക്ക് ഡോണറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കും അത്യാവശ്യം സ്വീറ്റ്സൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ എന്തായാലും ഡോണറ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവാണെങ്കിൽ സ്ട്രോബെറി ആട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ സോൾട്ടഡ് കാരമൽ എന്ന് പറയുന്ന ആ ഒരു ഫ്ലേവറാട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ ഇതിന് മുന്നേ വേറെ ഏതൊക്കെയൊക്കെ ഫ്ലേവേഴ്സൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് വാങ്ങിയതാട്ടോ. സോൾട്ടഡ് കാരമൽ ഏതാ ടേസ്റ്റ് ഏതാ? അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവ പറഞ്ഞ പോലെ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. അഫിയാണെങ്കിൽ ഇതാ ഭയങ്കര ബിസിയാണ്. അഫിക്ക് എന്തൊക്കെയോ മെയിലൊക്കെ അയക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഫി കുറേ നേരം അവിടെ മൊബൈലും കുത്തിയിട്ട് മെയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ റിംഗ് ലൈറ്റ് അഫി പൊട്ടിച്ചു താഴെ ഇട്ട്. അറിയാതെ
മാജിക്കാ ഇനിയിപ്പോൾ ഇവാക്കൊരു ടാബ് നോക്കാം കേട്ടോ. ഇവ ഇങ്ങനെ കുറേ നാളായിട്ട് തുടങ്ങിയാട്ടോ ഇവാക്ക് ടാബ് വേണം, ഗെയിം കളിക്കാൻ ടാബ് വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മൊബൈലൊക്കെ എടുത്ത് ഭയങ്കര ബഹളാട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ടാബ് വാങ്ങാമെന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല കേട്ടോ. അതായത് ഇത് കുട്ടികളുടെ ടാബാണ്, അങ്ങനെ ഭയങ്കര റേറ്റ് കൂടിയതൊന്നും അല്ല. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം കുറച്ച് സ്ലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവളാകെ പ്രശ്നമാക്കും. അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് നമ്മൾ വേറെ നല്ല നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. റിംഗ് ലൈറ്റ് അത്യാവശ്യം വലുത് തന്നെ കേട്ടോ വാങ്ങിയത്. എനിക്ക് എന്തായാലും റൂമിൽ വീഡിയോസൊക്കെ എടുക്കുമ്പം നല്ല ലൈറ്റ് വേണം, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും വലുത് തന്നെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇനി വീഡിയോസ് ഇങ്ങനെ എന്താ പറയാ ശല്യമായിട്ട് വരുന്നതായിരിക്കും. ഇതിപ്പോ ഞാൻ വാങ്ങിക്കൊടുത്തല്ലോ കേട്ടോ. അപ്പൊ സുലു സ്വന്തമായി കാശ് കൊടുത്ത് വാങ്ങിയതാണ്. സുലുവിന്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് വാങ്ങിയതാണ്. 13 വിൻ ചെയ്യാനുള്ളൊരു അവസരം കൂടെ നിങ്ങളെ കാത്തിരിക്കുന്നു. അതിനായിട്ട് മെസ്സേജ് അയക്കാം. ഫുഡ് കഴിക്കാൻ വന്നേ വേണ്ട. ഇനിതാ ഇവായും കൊണ്ട് ജസ്റ്റ് ഒരു പാർക്കിൽ വന്നേട്ടോ. ഇത് കിസായിസിലുള്ള ഒരു പാർക്കാട്ടോ. അപ്പോൾ ഇവാക്കാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ബഹളാട്ടോ, കളിക്കാൻ പോകണം, പാർക്ക് വേണം. നമ്മുടെ ഏരിയയിൽ അങ്ങനെ പാർക്ക് ഇല്ല കേട്ടോ. പാർക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത് അങ്ങനെ നടക്കുന്ന ദൂരത്തിലൊന്നും പാർക്കില്ല കേട്ടോ. അപ്പോൾ ഇവാക്ക് ഇങ്ങനെ എപ്പോഴും കളിക്കണം, പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം അവളൊന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ അവളിതാ എല്ലാത്തിലും വലിഞ്ഞ് കയറി ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു പാർക്കാട്ടോ. അതായത് വലിയൊരു ഏരിയ ഉണ്ട്. ഒരുപാട് അങ്ങനെ ഭയങ്കര റൈഡ്സ് ഒന്നും ഇല്ല. റൈഡ്സ് ഉണ്ട്, എന്നാൽ തന്നെയും ആ ഒരു ഏരിയ ഒരുപാടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നടക്കാനായിട്ടും അതുപോലെ അവിടെ ഇരിക്കാനായിട്ടൊക്കെ ഉള്ള ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ള നേരം കൊണ്ട് മാക്സിമം എല്ലാത്തിലും ഓടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ പേടിയാണ് ആൾക്ക് ഇങ്ങനെ വലിയ വലിയ സാധനത്തിലൊക്കെ കയറാനായിട്ടൊക്കെ പേടിയാട്ടോ. ആകെ സ്ലൈഡിലൊക്കെ കയറാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കി പിന്നെ എല്ലാത്തിലും അവൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും പിന്നെ മാക്സിമം കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വലിയ കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ ആ പേടിയൊന്നും മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കളിയൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇവ അഫിയെ പിടിച്ച് നിർത്തിയിട്ട് ഊഞ്ഞാലാട്ടിക്കാണ്. ഒരു അരമണിക്കൂറോളം അവൾ അങ്ങനെ ഊഞ്ഞാലാടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിന് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് പാർക്കിൻ്റെ ചുറ്റിനും നടന്ന് കാണാൻ ഇറങ്ങിയാണ്. ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ടൊരു പോണ്ടോ ലേക്കോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നു. ഒരു 1-2 മണിക്കൂറോളം പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ലുലുവിൽ കയറണം. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. 1-2 കുഞ്ഞു സാധനങ്ങൾ വാങ്ങാനുള്ള കേട്ടോ. അഫിത ഷമാമൊക്കെ എടുത്തിട്ട് പഴുത്തയാണെന്നൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം നോക്കിയിട്ടേ വാങ്ങുള്ളൂ കേട്ടോ. ഇവിടെ ആണെങ്കിൽ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലാഗിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവ ഇങ്ങനെ അത് നോക്കി നിൽക്കായിരുന്നേ. അത് കഴിഞ്ഞ് ഇവാൾക്ക് ക്യാൻഡീസ് വേണം എന്നും പറഞ്ഞതായി ഒരു ക്യാൻഡി സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പഴയ ക്യാൻഡീസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ മിഠായികളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടുത്തെ ചേട്ടനാണെങ്കിലും നല്ല കമ്പനിയായിരുന്നേ. ആളിങ്ങനെ വീഡിയോയിൽ പോസ് ചെയ്തൊക്കെ തരാം കേട്ടോ, വീഡിയോ എടുക്കണ കണ്ടപ്പോൾ. അങ്ങനെ ഇവിടുന്ന് 1-2 മിഠായികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും വാങ്ങാൻ നിന്നില്ല, കാരണം വാങ്ങിക്കഴിഞ്ഞാൽ ഇവ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് തന്നെ ആവട്ടോ പണി. അത് തീരുന്ന വരെ ഇവ കോൺട്രാക്ട് എടുത്ത പോലെ കേട്ടോ. ഫുൾ ടൈം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഇവാൾക്ക് പിന്നെ ഒരു ഗമ്മി ക്യാൻഡീസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവള് അതിൻ്റെ 1-2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ ഇവ പറ്റിയ ഓ ഇവ ആദ്യം ഒന്ന് ചാരിയതാട്ടാ. അങ്ങനെ നമ്മളിതാ ഷോപ്പിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുക കേട്ടോ. ഐസ്ക്രീം വാങ്ങുകയാണേ. അപ്പോൾ എപ്പോൾ വന്നാലും ഷോപ്പിംഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം മസ്റ്റാണ് കേട്ടോ. അത് ഇവാക്ക് മാത്രമല്ല, എനിക്കും വേണം, അഫിക്കും വേണം. അങ്ങനെ നമ്മളത് ഐസ്ക്രീമൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവതാ നോക്കിയാൽ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഈ ഒരു ഐസ്ക്രീമും
അതുപോലെ മിഠായിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. അവൾ ഇവിടെ നിന്ന് ബില്ലടിച്ച് കഴിഞ്ഞാൽ അത് അപ്പുറം എത്തുമ്പം ഓടിപ്പോയി എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ അഫി വഴക്ക് പറയാണ്, എടുക്കണ്ട, വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ ചെറുതായിട്ടൊന്നിങ്ങനെ സങ്കടമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതെടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അഫി സമ്മതിച്ചില്ല. അങ്ങനെ ആ മനസ്സോടെ ഇവ ഐസ്ക്രീമൊക്കെ അവിടെ വെച്ചിട്ട് വരാണ്. അങ്ങനെ ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും കിട്ടാത്ത വിഷമത്തിന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നാഷണൽ ഡേയുടെ സോങ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരി ഓടിക്കയറി ഡാൻസ് കളിക്കുക കേട്ടോ. സ്റ്റെപ്പൊക്കെ ഓൺ ദ സ്പോട്ട് കൊറിയോഗ്രാഫി ആട്ടോ, എന്തൊക്കെയൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്റ്റെപ്പൊന്നും ഒരു വിഷയമല്ല, എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇട്ട് കളിച്ചോളും. അങ്ങനെ അഫി ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഇവയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടി ആട്ടോ. ഇവ വരുന്നുണ്ടായില്ല. അങ്ങനെ അഫി എങ്ങനെയൊക്കെയൊക്കെ പിടിച്ച് വലിച്ച് ഇവയെ കൊണ്ടുപോവാണ്. അങ്ങനെ പോണ വഴിക്ക് അവിടെ ബലൂൺസൊക്കെ കണ്ടപ്പോൾ ഓടിപ്പോയി അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുത്തതെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായേ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ആട്ടോ നമ്മുടെ വില്ല വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഗീവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കണ്ടു നോക്കുക. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു സ്മാർട്ട് വാച്ചാണ് കേട്ടോ ഗിഫ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.